പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പ് മലയാള മനോരമ ദിനപത്രത്തിൽ കാണാനില്ല എന്ന തലക്കെട്ടിൽ ഏതാണ്ട് 15 വയസ്സ് തോന്നിക്കുന്ന ഒരു മകൻ്റെ ഫോട്ടോയും ആ ഫോട്ടോയുടെ താഴെ ഇങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: മകനെ, നീ വേഗം തിരിച്ചു വരിക. നിന്റെ തിരിച്ചുവരവും കാത്ത് നിന്റെ അമ്മ കാത്തിരിക്കുകയാണ്. നീ പോയതിൽ പിന്നെ അമ്മ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നിന്റെ തിരിച്ചുവരവ് മാത്രമാണ് നിന്റെ അമ്മയുടെ മനസ്സിലുള്ളത് എന്ന് നിന്റെ സ്നേഹമുള്ള അപ്പച്ചൻ. വായിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും കരളലിയിക്കുന്ന ഒരു കാര്യമാണ് കാണാനില്ല എന്ന തലക്കെട്ടിൽ 15 വയസ്സുള്ള ഒരു മകൻ്റെ ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്ന പരസ്യം. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വളരെയധികം ഹൃദയമലിവുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഏതാണ്ട് മനുഷ്യർക്കെല്ലാവർക്കും സ്വീകാര്യമാകുന്ന വിധത്തിലുള്ള ഒരു പരസ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുക. അവിടെ 11-ാമത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശു പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, എൻ്റെ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് പറഞ്ഞ് പിതാവിനോട് ഇളയ മകൻ അവൻ്റെ ഓഹരിയും വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി. പിതാവിൽ നിന്ന് അവകാശമായി കിട്ടിയതെല്ലാം ദൂർത്തടിച്ച ഒരു മകൻ്റെ ചിത്രമാണ് ലൂക്കാ സുവിശേഷകൻ അവിടെ രേഖപ്പെടുത്തുക. ധൂർത്തപുത്രൻ്റെ ഉപമയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ധൂർത്തടിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തരിക. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യ വ്യക്തിയെയും സ്നേഹത്തോടെ, കരുതലോടെ, അനുകമ്പയോടെ കാണുന്ന പിതാവായ ദൈവത്തിൻ്റെ ചിത്രം യേശുക്രിസ്തു ഈ ഉപമയിലൂടെ അവിടെ വരച്ചു കാണിക്കുകയാണ്. പിതാവിൽ നിന്ന് അവകാശം വാങ്ങി ദൂരദേശത്തേക്ക് പോയ ആ മകൻ കയ്യിൽ പണമുണ്ടായിരുന്നപ്പോൾ അവന് ലോകത്തിൻ്റെതായ കൂട്ടുകാരെ ഒത്തിരി പേരെ കിട്ടി. കൈവശമുണ്ടായിരുന്ന പണം ചെലവഴിക്കാൻ ലോകത്തിൻ്റെ കൂട്ടുകാർ ഒത്തിരിയേറെ അവനെ സഹായിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ സുഖത്തിലും ലോകത്തിൻ്റെ സന്തോഷത്തിലും ലോകത്തിൻ്റെ ആനന്ദത്തിലും അവനായിരുന്നപ്പോൾ അവൻ അനേകരെ കിട്ടിയെങ്കിൽ, അനേകര് അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇതാ കൈപ്പണമെല്ലാം തീർന്നപ്പോൾ അവൻ ഉണ്ട് എന്ന് കരുതിയ ലോകത്തിൻ്റെ കൂട്ടുകാരെല്ലാം അവന് വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആ ധൂർത്തപുത്രൻ അവനെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ 4 വിധത്തിലുള്ള ആഘാതം അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടായി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. ആദ്യത്തെ ഷോക്ക്, കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ തീർന്നപ്പോൾ സഹായിക്കുമെന്ന് കരുതിയതായ കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഇനി ഞാൻ എന്തു ചെയ്യും, ഇനി ഞാൻ എന്തു ചെയ്യും എന്നുള്ളതായ അവൻ്റെ മാനസികമായ ചിന്തയാണ് ഒന്നാമത്തെ ആഘാതം. സഹായിക്കാൻ ആരുമില്ല, പരിചരിക്കാൻ ആരുമില്ല, ഇനി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്തരത്തിലുള്ളതായ ഒരവസ്ഥയിൽ ആ മകൻ പെട്ടു. ഈ ഒന്നാമത്തെ ആഘാതം, ഇതിൽ നിറഞ്ഞ അവനിലേക്ക് തന്നെ നോക്കി. ധൂർത്തപുത്രൻ അവനിലേക്ക് തന്നെ നോക്കിയപ്പോൾ അവൻ്റെ ബുദ്ധി അവനോട് പറഞ്ഞു കൊടുത്തു, നീ ആരോഗ്യമുള്ളവനാണ്. അപ്പോൾ അവൻ ചിന്തിച്ചത് എങ്ങനെയാണ്, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല,
എനിക്ക് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഈ ആരോഗ്യം കൊണ്ട് ഞാൻ പണിയെടുത്ത് ജീവിക്കും. ഇതാ ധൂർത്തപുത്രന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഷോക്ക്. എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ പണിയെടുത്ത് ജീവിക്കും എന്ന് കരുതി അവൻ പണി അന്വേഷിച്ചു പോയപ്പോൾ ആരും അവന് ജോലി കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, അവനുണ്ടായ രണ്ടാമത്തെ ഷോക്ക് ആരും തന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നുള്ള ഷോക്കാണ്. ആരും തന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നതായ ചിന്തയാണ്. ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം പരിഗണനയുടെ സന്തോഷമാണ്. ഏറ്റവും വലിയ വേദന അവഗണനയുടെ വേദനയാണ്. ഈ ധൂർത്തപുത്രൻ ഇപ്പോൾ അനുഭവിച്ചത് ഈ അവഗണനയുടെ വേദനയാണ്. ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ ആരോഗ്യം ഞാൻ സംരക്ഷിക്കാൻ തയ്യാറാണ്, ഈ ആരോഗ്യം കൊണ്ട് ഞാൻ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ആരും അവന് ജോലി കൊടുക്കുന്നില്ല. ഈ അവസ്ഥയിലാണ് അവൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഷോക്ക്. ഇതാ അവൻ അവസാനം പന്നികളെ നോക്കാനായിട്ടുള്ള ജോലി എന്ന് പറയുമ്പോൾ മാനുഷിക രീതിയിൽ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടതായ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് അവരുടെ പാരമ്പര്യത്തിന് നിരക്കാത്തതായ സമൂഹം തള്ളിക്കളയുന്നതായ ഒരു ജോലി പന്നികളെ നോക്കുന്നത്, അത് ചെയ്യാൻ പോലും അത്രമാത്രം താഴാനായിട്ട് അവൻ തയ്യാറായി. സമൂഹം അംഗീകരിക്കാത്തതായിട്ടുള്ള ജോലി ചെയ്യാൻ അവൻ തയ്യാറായി. ഇതാ അവന്റെ ഭവനത്തിലായിരുന്ന ഇന്നലകളിലെ അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ നിലവാരം, ആ സ്റ്റാറ്റസ്, ആ പദവിയിൽ നിന്ന് വിട്ട് പന്നിക്കുഴിയിലെ ചെളിക്കുണ്ടിൽ അവൻ ഇറങ്ങി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പന്നിക്കുഴിയിലെ ചെളിക്കുണ്ടിൽ ഇറങ്ങി നിന്ന അവന്റെ ഉള്ളിൽ അവന് തോന്നിയ ആ അപകർഷതയുണ്ടല്ലോ, ആ അപകർഷതയാണ് അവന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഷോക്ക്. ഈ ആഘാതം അവനെ വളരെയധികം വേദനിപ്പിച്ചു. എന്നാലും അവൻ ജീവൻ നിലനിർത്താൻ വേണ്ടി, വയറ് പുലർത്താൻ വേണ്ടി ആരും അവഗണിക്കുന്ന പന്നിയെ നോക്കുന്ന ജോലി ചെയ്യാൻ തയ്യാറായി. നോക്കൂ, എന്നിട്ട് പന്നി തിന്നിരുന്ന തവിട് പോലും അവന് കിട്ടാതെ വന്നു. അപ്പോഴാണ് അവൻ പന്നിക്കൂട്ടിൽ തവിട് തിന്നുകൊണ്ടിരുന്നതായ പന്നികളെ, ആ പന്നികൾ തിന്നുന്നതായ തവിട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ അമരത്തൊട്ടിയിലേക്ക് കൈയിട്ടു. അമരത്തൊട്ടിയിലേക്ക് തവിടെടുക്കാൻ വേണ്ടിയിട്ട് കൈയിട്ടപ്പോൾ തവിട് തിന്നുകൊണ്ടിരുന്ന പന്നികളിൽ ഒരെണ്ണം അവന്റെ കൈക്കിട്ടൊരു തട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ പോടാ നിന്റെ അപ്പന്റെ അടുക്കൽ, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ആ പന്നിയുടെ തട്ടാണ് അവന്റെ ജീവിതത്തിലെ നാലാമത്തെ ഷോക്ക്. നിങ്ങൾ മനസ്സിലാക്കൂ, ആ പന്നിയുടെ തട്ട് കിട്ടിയപ്പോൾ കർത്താവിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പോൾ അവന് സുബോധമുണ്ടായി. ആ പന്നിയുടെ തട്ടാണ് അവന് സുബോധം ഉണ്ടാകാൻ കാരണമായി തീർന്നത്. എന്ന് ശ്രദ്ധിക്കൂ, അവന് സുബോധമുണ്ടായപ്പോൾ 3 കാര്യം അവന് മനസ്സിലായി. ഒന്നാമത്തത്, അവൻ ആയിരുന്ന അവസ്ഥ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇന്ന് ഇതാ പന്നി തിന്നുന്ന തവിട് പോലും കിട്ടാത്ത അവസ്ഥയിലായിരിക്കും ഞാൻ. അവന് മനസ്സിലായ രണ്ടാമത്തെ അവസ്ഥ, അവൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ, അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ അവനായിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് അവിടെ നിന്ന് അവൻ ചിന്തിക്കുകയാണ്. സുബോധമുണ്ടായപ്പോൾ അവന് മനസ്സിലായ 3 കാര്യം. 1, അവനായിരുന്ന അവസ്ഥ. 2, അവനായിരിക്കുന്ന അവസ്ഥ. 3, അവനായിരിക്കേണ്ട അവസ്ഥ. ഇതാ
അവിടെ നിന്ന് അവനൊരു തീരുമാനമെടുക്കുകയാണ്. സുബോധമുണ്ടായപ്പോൾ അവൻ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായി. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി ഞാൻ തുടരുകയില്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, അവൻ തീരുമാനമെടുക്കാൻ തയ്യാറായി. സുബോധമുണ്ടായപ്പോൾ ധൂർത്തപുത്രന്റെ ഉള്ളിൽ വലിയൊരു ബോധ്യം, ആ ബോധ്യമാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ്. അവൻ തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ചെയ്തത് മുഴുവനും സംഭവിച്ചത് മുഴുവനും ഞാൻ ഏറ്റുപറയും. ഏറ്റുപറഞ്ഞ് എൻ്റെ പിതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സുബോധമുണ്ടായപ്പോൾ അവൻ തീരുമാനമെടുക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തെറ്റിനെ ഏറ്റുപറയാൻ തയ്യാറായി. അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ ദാസന്റെ പണിയെങ്കിലും, ആ ദാസന്റെ അവസ്ഥയെങ്കിലും മതി എന്ന ആ സംതൃപ്തിയിലേക്ക് അവൻ കടന്നു വരാൻ തയ്യാറായി. നോക്കൂ, അവൻ എടുത്ത തീരുമാനത്തോടുകൂടി അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചെല്ലുകയാണ്. അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവൻ പിതാവിൻ്റെ കാൽക്കൽ വീണ് പിതാവിനോട് മാപ്പ് ചോദിച്ചു. എന്നാൽ തിരിച്ചു വന്ന മകൻ ചെയ്ത തെറ്റെന്താണെന്നോ അവന്റെ മാപ്പ് പറച്ചിൽ എന്താണെന്നോ ഇതൊന്നും ആ പിതാവ് ശ്രദ്ധിച്ചില്ല. പിതാവ് എന്തു ചെയ്തു? തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കിട്ടിയതിനുള്ള ആ വലിയ സന്തോഷത്തിൽ അവന് എന്തെല്ലാം നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ടത് മുഴുവൻ ആ പിതാവ് തിരിച്ചു കൊടുക്കാൻ തയ്യാറായി. അവന് മോടിയുള്ള വസ്ത്രം, കാലിൽ ചെരുപ്പ്, കൈവിരലിൽ മോതിരം എന്ന് പറഞ്ഞാൽ ഒരു ദാസനായിട്ട് സ്വീകരിക്കണമേ എന്ന അപേക്ഷയുമായിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ പിതാവ് എല്ലാവിധത്തിലുള്ള അധികാരവും നൽകി വീണ്ടും സ്വന്തം മകനെ പോലെ അധികാരം കൊടുത്ത് പിതാവ് അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷം അവർ അവിടെ ആനന്ദത്തോടെ അനുഭവിക്കാൻ തുടങ്ങി, ആഹ്ലാദത്തോടെ അവര് അവിടെ കൊണ്ടാടാൻ തുടങ്ങി. വചനം ഇങ്ങനെ പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം തിരുവചനം, എൻ്റെ ഈ മകൻ നഷ്ടപ്പെട്ടിരുന്നു, ഇതാ അവൻ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇപ്പോൾ വീണ്ടും ജീവിക്കുന്നു. വചനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു, അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ധൂർത്തപുത്രന്റെ ഉപമയിലെ ധൂർത്തപുത്രൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. എന്ന് പറഞ്ഞാൽ അല്പസമയത്തെ താൽക്കാലികമായിട്ടുള്ള സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നീ ഏതെല്ലാം പാപത്തിന്റെ വഴിയിലൂടെ പോകുന്നോ, തെറ്റിന്റെ വഴിയിലൂടെ പോകുന്നോ, ദുശീലത്തിന്റെ വഴിയിലൂടെ പോകുന്നോ, സ്വാർത്ഥയുടെ വഴിയിലൂടെ പോകുന്നോ, അപ്പോഴെല്ലാം ആ പോകുന്ന നിന്നെ നോക്കി നിന്റെ ദൈവം ഓരോ നിമിഷവും വേദനിക്കുകയാണ്. ഈ വേദനിക്കുന്ന ദൈവത്തിന്റെ വേദന നീ കാണണം, നൊമ്പരപ്പെടുന്ന ദൈവത്തിന്റെ നൊമ്പര നീ കാണണം. സഹോദര സഹോദരി, കർത്താവിന്റെ വചനം നിന്റെ ഉള്ളിൽ തട്ടി നിന്നോട് പറയുന്നു, മകനെ മകളെ, ഇന്നലെ ജീവിതത്തിൽ നീ അല്പസമയത്തെ ലോകസുഖത്തിന് വേണ്ടി, അല്പസമയത്തെ പാപസുഖത്തിന് വേണ്ടി എന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് നീ. നീ ഇന്നെങ്കിലും തിരിച്ചറിയുക, ഇന്നെങ്കിലും തിരിച്ചറിഞ്ഞ് നിന്റെ ഇന്നലകളിലെ തെറ്റിനെ ഓർത്ത്, പാപത്തെ ഓർത്ത് അനുതപിച്ച് എന്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം നിന്റെ നേർക്ക് കരങ്ങൾ നീട്ടി ആ ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിൽ പിതാവ് എത്രമാത്രം സന്തോഷിച്ചോ, എത്രമാത്രം ആനന്ദത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നോ, ഇതാ ആ പിതാവിനെ പോലെ സ്വർഗത്തിലുള്ള നിന്റെ ദൈവം കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിന്റെ പാപങ്ങളെല്ലാം കഴുകി നിന്നെ വിശുദ്ധീകരിച്ച് നിനക്കൊരു പുതിയ ജീവിതം തന്ന് നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹത്തെ നിനക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്നലകളിൽ നീ ചെയ്തു പോയ, പറഞ്ഞു പോയ, പ്രവർത്തിച്ചു പോയ തെറ്റിനെ ഓർത്ത്, കർത്താവേ ഞാൻ പറഞ്ഞുപോയി, ചെയ്തുപോയി, വീണുപോയി എന്ന
അനുതാപത്തോടുകൂടി നീ തിരിച്ചു വരാൻ തയ്യാറാകണം. തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെയും തള്ളിക്കളയാതെ തിരിച്ചു വരുന്ന വ്യക്തിയെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കരത്തെയാണ്, ദൈവത്തിന്റെ മുഖത്തെയാണ് നിന്റെ മുമ്പിൽ അവിടുന്ന് ഈ വചനങ്ങളിലൂടെ, ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ നിനക്ക് മനസ്സിലാക്കി തരുന്നത്, നിന്റെ മുമ്പിൽ എടുത്തു വയ്ക്കുന്നത്. സഹോദര സഹോദരി, നീ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർത്ത് ആ പിതാവിന്റെ മൂത്ത മകന്റെ കാര്യം കൂടി ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25 മുതൽ 32 വരെയുള്ള തിരുവചനം. സഹോദരൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് വലിയ സദ്യ ഒരുക്കി. വീട്ടിൽ ആഘോഷം നടന്നപ്പോൾ വയലിലായിരുന്ന മകൻ ദാസനെ വിളിച്ച് അന്വേഷിച്ചു, എന്താണ് വീട്ടിലെ ഈ സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ കാരണം? ചോദിച്ച ജ്യേഷ്ഠനോട് വേലക്കാരൻ പറഞ്ഞു, നിന്റെ അനുജൻ തിരിച്ചു വന്നതിനാൽ നിന്റെ അപ്പൻ വലിയ സന്തോഷത്തോടെ അത് ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുജൻ തിരിച്ചു വന്നു, തിരിച്ചു വരവിൽ കുടുംബം മുഴുവൻ ആഹ്ലാദിക്കുന്നു. എന്നാൽ പിതാവിനോട് ചേർന്ന് തിരിച്ചു വന്ന തൻ്റെ അനുജനെ ഓർത്ത് സന്തോഷിക്കാൻ സാധിക്കാത്ത ആ സഹോദരൻ അകത്ത് കയറാൻ മടി കാണിച്ച് അവൻ കോപിച്ചു പുറത്തു നിൽക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, കോപിച്ചു പുറത്തു നിൽക്കുന്ന മൂത്ത മകന്റെ അടുക്കലേക്ക് പിതാവ് സ്നേഹപൂർവ്വം ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് പിതാവിനെ കണ്ടപ്പോൾ ആ മൂത്ത മകൻ പിതാവിന്റെ മുമ്പിൽ പരിദേവനങ്ങളും നൊമ്പരങ്ങളും എല്ലാം പറയുകയാണ്. ഇതാ, എത്ര നാളായി നിന്റെ കൂടെ ഞാനിങ്ങനെ താമസിക്കുന്നു, എനിക്ക് വേണ്ടി എൻ്റെ കൂട്ടുകാരോടൊത്ത് ഒന്ന് സന്തോഷിക്കാനായിട്ട് നീ എനിക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ. എന്നിട്ട് എല്ലാം ദൂർത്തടിച്ച് തിരിച്ചു വന്നിരിക്കുന്ന നിന്റെ ഇളയ മകൻ എല്ലാം നശിപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ നീ എത്ര കാര്യത്തോടെയാണ് അവനെ സ്വീകരിച്ചിട്ട് അവിടെ വലിയ സദ്യ ഒരുക്കിയത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മനോഭാവവും ചിന്തയുമായിട്ട് മൂത്ത മകൻ പിതാവ് ചെയ്ത വലിയ കാര്യത്തെ വളരെ വേദനയോടെ പരാതിയോടെ പിതാവിൻ്റെ മുമ്പിൽ അവൻ ഏറ്റുപറഞ്ഞപ്പോൾ ആ മൂത്ത മകനോട് പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ച് പരാതിയുമായിട്ട് നിൽക്കുന്ന മൂത്ത മകനോട് പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാള് ആ മൂത്ത മകൻ പിതാവിൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും അവൻ പിതാവിനോട് കൂടെയല്ലായിരുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നുവെങ്കിൽ അവന് പിതാവിൻ്റെ മനോഭാവം കിട്ടുമായിരുന്നു. അവൻ പിതാവിൻ്റെ കൂടെ, പിതാവിൻ്റെ മനോഭാവം, പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ആ മൂത്ത മകൻ പിതാവിനോട് ഈ പരാതി പറഞ്ഞത്. അപ്പോൾ പിതാവ് പറഞ്ഞു കൊടുത്തു, മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെയായിരുന്നു. നീ എപ്പോഴും എൻ്റെ കൂടെയായിരുന്നുവെങ്കിൽ എൻ്റെ മനോഭാവവും എൻ്റെ പ്രതികരണവും എല്ലാം നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. നീ ഇന്ന് ഇപ്രകാരം പരാതി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഈ ഭവനത്തിലായിരുന്നെങ്കിലും എന്നോടൊപ്പം ആയിരിക്കുന്നതിൽ നീ സന്തോഷം കണ്ടെത്താത്തത് കൊണ്ടാണ്. രണ്ടാമത്തത്, പിതാവ് മകനോട് പറഞ്ഞു, മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആ മൂത്ത മകന് നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, അവന് സ്വീകരിക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാര്യം, പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ് എന്ന തിരിച്ചറിവ് അവനില്ലാതെ പോയി. എന്ന് പറഞ്ഞാൽ അത്രയും നാള് പിതാവിൻ്റെ ഭവനത്തിൽ അവനായിരുന്നിട്ട് അവൻ പിതാവിനെ സ്വന്തമാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പിതാവിനെ സ്വന്തമാക്കിയായിരുന്നുവെങ്കിൽ പിതാവിനുള്ളതെല്ലാം തനിക്ക് തന്നെയാണ് എന്ന ബോധ്യം അവനുണ്ടാകുമായിരുന്നു.
പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് എന്ന ബോധ്യം ഇല്ലാതെ പോയതാണ് ആ മൂത്ത മകൻ്റെ ഉള്ളിലെ സകല പരാതിക്കും കാരണം. ഞാനും നിങ്ങളും തിരിച്ചറിയണം, ജീവിതത്തിലെ എല്ലാ നിമിഷവും എൻ്റെ ബുദ്ധിയിൽ എനിക്ക് ബുദ്ധി തന്നവനെ ഞാൻ സ്വന്തമാക്കണം. എൻ്റെ അറിവിൽ എനിക്ക് അറിവ് തന്നവനെ ഞാൻ സ്വന്തമാക്കണം. എൻ്റെ കഴിവിൽ എനിക്ക് കഴിവ് തന്നവൻ ഞാൻ സ്വന്തമാക്കണം. എനിക്ക് എന്തെല്ലാം ഉണ്ടോ ആ ഉള്ളതിൽ ഓരോന്നിലും എനിക്ക് ഇത് തന്നവനെ ഞാൻ സ്വന്തമാക്കിയാൽ എൻ്റെ ഉള്ളിൽ പരാതി ഉണ്ടാകുകയില്ല, എൻ്റെ ഉള്ളിൽ പരിഭവം ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാമാണ് ഒരു മനുഷ്യ വ്യക്തിയിൽ പരാതിയും പരിഭവം ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാമാണ് ആ മനുഷ്യ വ്യക്തിയിൽ പിശാച് കയറിപ്പറ്റുക. അതിനാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം അവസ്ഥകൾ ദൈവം അനുവദിച്ചാലും അനുവദിക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവത്തെ സ്വന്തമാക്കണം. ഒരു രോഗിക്ക് തൻ്റെ രോഗത്തിൽ ദൈവസ്നേഹ അനുഭവം സ്വീകരിക്കണമെങ്കിൽ, ഒരു തകർന്ന വ്യക്തിക്ക് തൻ്റെ തകർച്ചയിൽ ദൈവാനുഭവം കിട്ടണമെങ്കിൽ, തൻ്റെ കഷ്ടതയിൽ തൻ്റെ സഹനത്തിൽ ദൈവാനുഭവം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ, അവൻ രോഗത്തിലും വേദനയിലും സഹനത്തിലും എല്ലാം ദൈവത്തെ സ്വന്തമാക്കണം. ദൈവത്തെ സ്വന്തമാക്കിയാൽ അവൻ ആരെയാണോ സ്വന്തമാക്കുന്നത്, ആ സ്വന്തമാക്കുന്ന ദൈവം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവനെ രോഗത്തിലാണെങ്കിൽ, വേദനയിലാണെങ്കിൽ, തകർച്ചയിലാണെങ്കിൽ അവൻ ദൈവത്തെ സ്വന്തമാക്കിയാൽ ആ സ്വന്തമാക്കുന്ന ദൈവം അവൻ്റെ രോഗവും വേദനയും എല്ലാം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ നിമിഷവും ദൈവം നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും തിരിച്ചു വരവിനെ കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്: നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് ഏതെല്ലാം വ്യക്തികൾ ഈ ലോകത്തിലെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജഡിക അവസ്ഥയുടെയും പിന്നാലെ പോയി ദൈവം നൽകിയ സ്നേഹവും സന്തോഷവും നഷ്ടപ്പെടുത്തിയോ, ആ നഷ്ടപ്പെടുത്തിയ ഓരോ വ്യക്തിയെയും തിരിച്ചു കൊണ്ടുവരുന്നതാണ് കർത്താവിൻ്റെ പദ്ധതി. ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. അതിനാൽ സുബോധമുണ്ടാവൂ, തിരിച്ചു വരൂ, കർത്താവിൻ്റെ മുമ്പിൽ തെറ്റിപ്പോയത് മുഴുവൻ ഏറ്റുപറഞ്ഞ് നീ ഒരു പുതിയ വ്യക്തിയായി മാറൂ. ഈ പുതിയ വ്യക്തിയായി മാറുന്ന അനുഭവമാണ് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും ആനന്ദത്തിൻ്റെ അനുഭവം കിട്ടാൻ ഏറ്റവും യോഗ്യതയുള്ള കാര്യമായി മാറുന്നത്. കർത്താവേ, ഈ തിരിച്ചു വരവിന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ നിലകളിൽ നിന്റെ ഏതെങ്കിലും സംസാരമോ പ്രവൃത്തിയോ പെരുമാറ്റമോ ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുണയെ നഷ്ടപ്പെടുത്താൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ആ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരാൻ കഴിവുള്ള കർത്താവിൻ്റെ അടുക്കലേക്ക് തെറ്റിപ്പോയി എന്ന മനോഭാവത്തോടെ ചെയ്തത് മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് നല്ലൊരു തീരുമാനമെടുക്കാനുള്ള ബോധ്യത്തോടെ നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വരുന്ന ഓരോ വ്യക്തിയെയും കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കരുണ നിന്നിലും നിന്നിലൂടെ നിന്റെ കുടുംബത്തിലും നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divine
divine.tv@gmail.com. Website www.drcm.org.